ഹായ് ഓൾ, ഹോം സയൻസിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കയറി വരുന്നേ ഉള്ളെന്ന് തോന്നുന്നു അല്ലേ? 10 പേരെ ആയിട്ടുള്ളൂ. 11 പേരായി. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഗുഡ് ഈവനിങ്. Yes, good morning, ma'am. ഗുഡ് ഈവനിങ് സാർ. അപ്പൊ നമുക്ക് ക്ലാസ് ആരംഭിച്ചേക്കാം. നമുക്ക് ക്ലാസ് സമയം കളയാനില്ല. നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് നമുക്ക് തീരാനുണ്ട്. അപ്പൊ നമ്മളെ ഇൻകം മാനേജ്മെന്റ് 13ാമത്തെ ചാപ്റ്റർ ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? അത് തുടങ്ങി കുറച്ച് നമ്മൾ തീർത്തേ ഉള്ളായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അല്ലെ? ഇൻകം മാനേജ്മെന്റ് ആയിരുന്നു, വരുമാന നിർവഹണം എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന, നമ്മൾ പറഞ്ഞായിരുന്നു ഹോം സയൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലെ? അപ്പൊ ഫാമിലിയിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങള് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നും കൂടി ഒന്ന് ഓർമ്മിച്ച് വെക്കുന്നു, അത്രേ ഉള്ളൂ അല്ലെ? നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് ആണ്, പഠിക്കാൻ എളുപ്പമുള്ള സബ്ജക്റ്റ് ആണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നു, അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ ഇൻകം മാനേജ്മെന്റ്, വരുമാനത്തെ കുറിച്ചാണ് പറയുന്നത്. നമുക്കത് പറയാതെ തന്നെ അറിയാം അല്ലെ? നമ്മുടെ ഫാമിലിയുടെ വരുമാനം എങ്ങനെയൊക്കെയാണ് അല്ലെ? അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പണം വിനിയോഗിക്കുന്നത് അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്, നമ്മുടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ പണം ഉപയോഗിക്കുന്നത് അല്ലെ? അങ്ങനെയുള്ള പല കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞു പോയായിരുന്നു അല്ലെ? അപ്പൊ നമ്മള് അതിന്റെ 53ാമത്തെ പേജില് 11ാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അല്ലെ? ആ ടെക്സ്റ്റിലെ നമ്പർ ഒന്ന് പറയാവോ? 11ാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ പറഞ്ഞു. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ ആണേ. അല്ല, ടെക്സ്റ്റിൽ ആ ടെക്സ്റ്റ് ബുക്കിലെ ആണോ? അയ്യോ, ഞാനിപ്പോ ഗൈഡിലെ പറയാന്ന് വെച്ചു, ഞാൻ എടുത്തില്ല കേട്ടോ. ഞാൻ നോക്കട്ടെ. ആ ടെസ്റ്റിൽ എത്ര നമ്പർ? നമ്മുടെ ഗൈഡിലെ 53ാമത്തെ പേജാണ്. അപ്പൊ ഞാൻ അതിനകത്ത് പ്രധാനപ്പെട്ട നിങ്ങളുടെ ടെസ്റ്റ് ഉള്ളതാണ്. 53ാമത്തെ പേജിൽ ഏത് ക്വസ്റ്റ്യനാ? 12ാമത്തെ ക്വസ്റ്റ്യൻ. 12ാമത്തെ, വാട്ട് ഈസ് ദ സപ്ലിമെന്റിംഗ് ഫാമിലി ഇൻകം, അനലൈസ് ദ വേസ് ടു സപ്ലിമെന്റിംഗ് ഇൻകം. വരുമാനം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ജനറൽ ആയിട്ട് പറയാവുന്ന കാര്യമുള്ളൂ. നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മുടെ വരുമാനം നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുക? അപ്പൊ നമുക്കൊരു ജോലിയുണ്ട് അല്ലെ? കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ആ തൊഴിലിനോട് വരുമാനം. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാവോ? What is supplementing family income? Analyze the ways to supplementing income. കണ്ടുവോ ക്വസ്റ്റ്യൻ? 12 അല്ലേ? 12. ആ 12ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പേജ് എന്തോ മാറ്റമുണ്ട്. പേജ് നമ്പർ മാറ്റമുണ്ടോ? നോക്കൂട്ടോ, എന്റെ ടെസ്റ്റില് 53ാമത്തെ പേജാണ്. ക്വസ്റ്റ്യൻ നമ്പർ പറഞ്ഞിട്ടുണ്ട്, നോക്കണേ. ലെസൺ എത്ര? നമുക്ക് 215ാമത്തെ പേജിൽ സ്റ്റാർട്ട് 227. അല്ല, ഗൈഡല്ലേ നോക്കുന്നത്? 13ാമത്തെ ചാപ്റ്റർ ആണ് ഇൻകം മാനേജ്മെന്റ്. കണ്ടുവോ? ഇൻകം മാനേജ്മെന്റ് എന്നുള്ള പേജ് കാണുന്നില്ലല്ലോ. ഇൻകം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊഡ്യൂൾ 3 ഉള്ള ചാപ്റ്ററുകളാണ്. മൊഡ്യൂൾ 3 പ്രോസസ് ഓഫ് ഇൻകം മാനേജ്മെന്റ് അല്ലേ? അതല്ലേ അതല്ലേ. അതായത് 211ാമത്തെ പേജ്. 211. സ്റ്റാർട്ട് ചെയ്തോട്ടെ? ഓക്കെ. ഓക്കെ. മൈക്കിലും കൂടെ മ്യൂട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ ഫാമിലി ഇൻകം എങ്ങനെയാണ് വർദ്ധിപ്പിക്കാൻ കഴിയുക എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ്. നമുക്ക് സാധാരണ നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിൽ നമുക്ക്
നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് പല പല കാര്യങ്ങൾ ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ സാധാരണ തൊഴിലിനോടൊപ്പം നമുക്ക് വരുമാനം കിട്ടുന്ന വേറെ തൊഴിലുകൾ ചെയ്യാം, പാർട്ട് ടൈം ജോലികളിൽ ഏർപ്പെടാം, പിന്നെ പലിശ കൂടുതൽ കിട്ടുന്ന നിക്ഷേപങ്ങളിൽ തുടങ്ങാം. പിന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങളെ എന്ത് ചെയ്യാം, ബുദ്ധിപരമായിട്ട് വിനിയോഗിക്കാം, കാശ് പോവാത്ത രീതിയിലൊക്കെ എന്ത് ചെയ്യാം, വിനിയോഗിക്കാം. നമുക്ക് എങ്ങനെയൊക്കെയാണോ വരുമാനം കിട്ടുന്നത്, ഏതൊക്കെ രീതിയിൽ നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാമോ നല്ല രീതിയിൽ അല്ലെ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ശ്രമിക്കാം. അതിനെ നമ്മൾ എന്താ പറയാ, വരുമാനം വർദ്ധിപ്പിക്കുക എന്ന് പറയാം. 12ാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. വാട്ട് ആർ ദ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്? സമ്പാദ്യവും നിക്ഷേപവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിനോട്ട് ഇക്കിട്ടുള്ളൂ കേട്ടോ. ചിലപ്പോൾ 1 വേർഡ് ആയിട്ട് ചോദിക്കാം, 2 മാർക്കിനുള്ള ചോദ്യമായിട്ട് ചോദിക്കാം, ചിലപ്പോൾ 3 മാർക്കിനുള്ള ചോദ്യമായിട്ടും ചോദിക്കാം. സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അടിയിൽ നിന്ന് അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. അത് എന്താണ് സമ്പാദ്യവും നിക്ഷേപവും തമ്മിലുള്ള വ്യത്യാസം എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്, ഭാവിയിലെ ഉപയോഗത്തിനായോ അടിയന്തര ആവശ്യങ്ങൾക്കായോ നിലവിലെ വരുമാനത്തിൽ നിന്നും നീക്കി വച്ചിരിക്കുന്ന പണത്തിന് നമ്മൾ എന്ത് പറയുന്നു, സേവിങ് എന്ന് പറയുന്നു. അല്ല, നമ്മുടെ ഭാവിയിലെ ഉപയോഗത്തിന് ഒരു അടിയന്തര ആവശ്യങ്ങൾ വരും. ഇപ്പൊ നമുക്ക് 10,000 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 2,000 രൂപ എടുത്ത് മാറ്റി വെക്കും. എന്തിനാണ്, പെട്ടെന്നൊരു ആവശ്യം വരും. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് എന്താണ്, പനി അല്ലെങ്കിൽ രോഗാവസ്ഥ ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് അടിയന്തരമായി എവിടെയെങ്കിലും പോകേണ്ട ആവശ്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് പണം എടുത്ത് നീക്കി വെക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, സേവിങ് എന്ന് പറയുക അല്ലെ. ഈ സേവിങ് കൂടി കൂടി ഏതിലേക്ക് വരും, നിക്ഷേപത്തിലേക്ക് വരും അല്ലെ. ഇപ്പൊ നമ്മുടെ 2,000 രൂപ നമ്മൾ മാറ്റി വെച്ചു, അതിന്റെ നമുക്ക് 1,000 രൂപ ചെലവായത്, ബാക്കി 1,000 രൂപ നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. അത് ഏതിലേക്ക് വരും, നിക്ഷേപത്തിലേക്ക് വരും. അത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. നമ്മുടെ ഭാവിയിലെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാനായിട്ട് നമ്മുടെ വരുമാനത്തിൽ നിന്ന് നീക്കി വെക്കുന്ന പണത്തിനെ നമ്മൾ എന്ത് പറയാ, സേവിങ് എന്ന് പറയാ. അപ്പൊ ഈ സേവിങ് വർദ്ധിച്ച് കഴിയുമ്പോൾ എന്നാണ് നമുക്ക് നിക്ഷേപം എന്ന് പറയാൻ പറ്റും. 1,000 രൂപയായി, അടുത്ത മാസം എന്ത് ചെയ്യും, നമ്മൾ ഈ 1,000 രൂപയും പിന്നെ നമ്മൾ അടുത്ത മാസം ചിലപ്പോൾ 2,000 രൂപ 3,000 രൂപ എടുത്തു വെക്കും. അതിൽ നിന്ന് കുറച്ച് പൈസ ചെലവാവുള്ളൂ, ബാക്കി പൈസ അത് ഇതിലേക്ക് വരും, നിക്ഷേപത്തിന്റെ ഇംഗ്ലീഷ് വേർഡ് ഡെപ്പോസിറ്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ്. ആയിക്കോട്ടെ. കിട്ടിയോ? അവിടെ തന്നെ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ഔട്ട് ദ റീസൺസ് ഫോർ സേവിങ്. എന്താണ് സമ്പാദിക്കുന്നതിനുള്ള വിവിധ കാരണങ്ങളെ ഒരു ലിസ്റ്റ് പറയാനോ പറയുന്നത്. നമ്മൾ വെറുതെ ചോദിച്ചാലും നമുക്ക് പറയാമല്ലോ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സമ്പാദിക്കുന്നത്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജോലി ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റൂലേ. നമ്മൾ എന്തോരം കാര്യത്തിന് വേണ്ടിയിട്ടാ ചെയ്യാം അല്ലെ. നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ ചെയ്യാം, അടിയന്തര ആവശ്യങ്ങൾ എമർജൻസി വന്നാൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ചെയ്യാം, നമ്മുടെ കുടുംബത്തിന്റെ അല്ലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഇപ്പൊ നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ മാരേജിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, നമ്മുടെ വീട് വെക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ ആരുടെയോ ഫോണാണ് നോക്കി ചെയ്ത് നോക്കൂ. നമുക്ക് ക്ലാസ്സിന് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, എന്താണ് നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് സ്വയം തൊഴിലോ ചെറുകിട സംരംഭങ്ങളോ ഒക്കെ ആരംഭിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സമ്പാദിക്കുന്നത് അല്ലെ. നിങ്ങൾക്ക് ഇഷ്ടംപോലെ പോയിന്റുകൾ കൂട്ടി എഴുതാം. നമ്മൾ എന്തിനു വേണ്ടിയാണ് സമ്പാദിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി, നമുക്ക് അടിയന്തര ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി, നമ്മുടെ കുടുംബത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട്, നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, സ്വയം തൊഴിലോ അല്ലെങ്കിൽ ചെറുകിട സംരംഭങ്ങളോ ആരംഭിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പോയിന്റുകൾ പറഞ്ഞുകൊണ്ട് അത് എഴുതാൻ പറ്റും. അത് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്, ലിസ്റ്റ് ഔട്ട് ദ ഗൈഡ് ലൈൻസ് ഫോർ സേവിങ്. സമ്പാദ്യത്തിനായിട്ടുള്ള നിർദ്ദേശങ്ങളെ കുറിച്ച് ലിസ്റ്റ് തയ്യാറാക്കാനാണ്. നമ്മള് എങ്ങനെയൊക്കെയാണ് സമ്പാദിക്കേണ്ടത് അല്ലെ, അതിനെ കുറിച്ചൊരു ലിസ്റ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്കറിയാലോ എങ്ങനെയൊക്കെയാണ് സമ്പാദിക്കേണ്ടത്, അതിനെക്കുറിച്ച് നമുക്ക് നിർദ്ദേശമൊക്കെ തരേണ്ട ആവശ്യമുണ്ടോ അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, സമ്പാദ്യത്തെ യാഥാർത്ഥ്യമായിട്ട് എന്ത് ചെയ്യണം, ആസൂത്രണം ചെയ്യണം അല്ലെ. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഒരു കാൽക്കുലേഷൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മളൊരു ജോലി ചെയ്യാൻ പോകുന്നു, നമുക്ക് എത്ര വരുമാനം കിട്ടും, ആ വരുമാനത്തിൽ നിന്ന് നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ പണം എടുത്തു വെച്ചിട്ട് ബാക്കി എത്ര ബാലൻസ് വരും, അല്ലെങ്കിൽ ഇനി എത്ര രൂപ നമ്മൾ കണ്ടെത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഡെയിലി നമ്മുടെ ലൈഫിൽ നമ്മൾ അഭിമുഖിക്കുന്ന ഒരു കാര്യം അല്ലെ.
അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? സമ്പാദ്യ ആസൂത്രണം പതിവായി തയ്യാറാക്കണം. അല്ലേ? നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം. ഡെയിലി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലുള്ള പണം ഇനി എത്ര രൂപ കണ്ടെത്തണം, അല്ലെ? ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ സമ്പാദ്യത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് പൂർണ്ണമായ അറിവുണ്ടായിരിക്കണം. അല്ലെ? നമ്മൾ എങ്ങനെയാണ് പണം കണ്ടെത്തുന്നത്, ഏത് മാർഗത്തിലൂടെയാണ് കണ്ടെത്തുന്നത്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് അറിവുണ്ടാവണം. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം കേട്ടു, ഇതിനെ 1000 രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേഗം ചാടി പുറപ്പെടും. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് കൂടുതൽ പൈസ കിട്ടാനായിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം വേണം എന്ത് ചെയ്യാനായിട്ട്? ഇറങ്ങി പുറപ്പെടാനായിട്ട്. ഇനി അടുത്തൊരു കാര്യം നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്, 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ പ്രോബ്ലംസ് ഓഫ് കീപ്പിംഗ് സേവിങ് അറ്റ് ഹോം? എന്താണ്? സമ്പാദ്യം സൂക്ഷിച്ചു വെച്ചാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചാലുള്ള കാര്യമാണ് പറയണത്. അപ്പൊ എന്താണ്? സമ്പാദ്യം വർദ്ധിക്കില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് പൈസ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് വർദ്ധിക്കുവോ? ഇല്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണ്? മോഷ്ടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്താണ്? പൈസ ഇങ്ങനെ ഇരിക്കുന്നതാകുമ്പോൾ നമുക്ക് എന്ത് തോന്നും? നിലവിലെ ആഗ്രഹങ്ങളെ സാക്ഷാത്കരിക്കാനുള്ള പ്രവണത ഉണ്ടാവും. ഇതിനെയൊക്കെ നേരിടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാങ്ക് നിക്ഷേപങ്ങൾ തുടങ്ങാവുന്നതാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? നമ്മുടെ പൈസ ഇങ്ങനെ എടുത്ത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് സമ്പാദ്യം വർദ്ധിക്കുവോ? വർദ്ധിക്കില്ല. പിന്നെ എന്താണ്? മോഷ്ടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നിലവിലെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള പ്രവണത ഉണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ്? നമ്മുടെ കയ്യിലേക്ക് കുറച്ച് പൈസ നമുക്ക് ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹങ്ങളും അത്യാവശ്യങ്ങളൊക്കെ കൂടുതലായിരിക്കും, അല്ലെ? അപ്പൊ 1000 രൂപ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് കൊണ്ടുപോയി ബാങ്കിൽ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കുവാണെങ്കിൽ അത് അവിടെ ചെന്നെടുക്കണമല്ലോ, അല്ലെ ATM-ൽ പോയി എടുക്കണമല്ലോ എന്ന് നമ്മൾ വിചാരിക്കും, അല്ലെ? നമ്മുടെ കയ്യിലിരിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ തന്നെ എടുത്ത് ചെലവാക്കും. ഭൂരിഭാഗം പേരും ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്യും? ഒന്നുകിൽ അത് അനക്കാതെ വെക്കും, അതിൽ യാതൊരു പ്രയോജനമില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യും? മുഴുവനായിട്ട് എടുത്ത് ചെലവഴിക്കും. ഇനി അടുത്തൊരു ആയിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹൗ ടു ഓപ്പൺ സേവിങ് അക്കൗണ്ട് ഇൻ ബാങ്ക്? ഒരു ബാങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് സമ്പാദ്യ അക്കൗണ്ട് തുടങ്ങണ്ടേന്ന്, അല്ലെ? നമുക്ക് എല്ലാവർക്കും ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ആളുകളാണ്. അപ്പൊ അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ബാങ്കിൽ ചെന്ന് അപേക്ഷാ ഫോറം കൃത്യമായിട്ട് പൂരിപ്പിക്കണം. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യമാണ്. പിന്നെയോ നമ്മളെ ഈ അപേക്ഷകനെ അറിയാവുന്ന ആരെങ്കിലും ഒരാളെ ബാങ്ക് ഉപഭോക്താവോ അല്ലെങ്കിൽ ജീവനക്കാരോ എന്ത് ചെയ്യണം? ബാങ്കിനെ പരിചയപ്പെടുത്തണം. പിന്നെയോ ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അപേക്ഷകന്റെ മാന്യതയും സാമ്പത്തിക സ്ഥിതിയൊക്കെ ബാങ്കിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മറ്റൊരാളെ കൊണ്ട് പരിചയപ്പെടുത്താൻ പറയുന്നത്. പിന്നെ എന്ത് ചെയ്യണം? അതിനുശേഷം ഒരു നിശ്ചിത തുക ആദ്യ ഗഡുവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാങ്കിലെ അക്കൗണ്ടില് നിക്ഷേപിക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യും? അതിനുശേഷം ബാങ്ക് പാസ്ബുക്ക് ലഭിക്കും, ചെക്ക് ബുക്ക് ലഭിക്കും, അല്ലെ? നമുക്ക് എങ്ങനെ വേണമെങ്കിലും ബാങ്കിൽ എന്ത് ചെയ്യാം? വ്യക്തിപരമായിട്ടോ ജോയിന്റ് അക്കൗണ്ടായിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അക്കൗണ്ട് ഉടമ മരണപ്പെട്ടാൽ നിക്ഷേപം ആർക്ക് ലഭിക്കും? നോമിനിക്ക് ലഭിക്കും. എപ്പോഴും ബാങ്ക് നമ്മൾ എവിടെ അക്കൗണ്ട് തുടങ്ങിയാലും ഒരു നോമിനിയെ ചോദിക്കും, അല്ലെ? നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ആകസ്മികമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ആ പണം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നോമിനീനെ വെക്കുക, അല്ലെ? ബാങ്കിന് പുറമെ പോസ്റ്റ് ഓഫീസിൽ നമുക്ക് എന്ത് ചെയ്യാം? നിക്ഷേപം തുടങ്ങാവുന്നതാണ്, അല്ലെ? അങ്ങനെ ഒരുപാട് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണ് ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുന്നത്? നിങ്ങൾ എന്നും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അതൊക്കെ ടിക്കിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ നമുക്ക് സ്വന്തം എഴുതാവുന്നുള്ളൂ. ഇനി അടുത്തത് പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് 18ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാല് PF എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ്? ജോലിയിൽ നിന്ന് വിരമിക്കുന്ന പ്രായമായ ആളുകളുടെ സംരക്ഷണത്തിനായിട്ട് ഗവൺമെന്റ് നടപ്പിലാക്കുന്ന റിട്ടയർമെന്റ് നേട്ട പദ്ധതിക്കാണ് നമ്മൾ എന്താ പറയാ? പ്രോവിഡന്റ് ഫണ്ട്, PF എന്ന് പറയാ. നിലവിലെ വരുമാനത്തിന്റെ ഒരു ഭാഗം നിർബന്ധമായും ജോലിക്കാരൻ നിക്ഷേപിക്കേണ്ട പദ്ധതിയാണ് എന്ത് പറയുന്നത്? ഈ പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. വിരമിക്കൽ സമയത്ത് എന്ത് ചെയ്യും? ജോലിക്കാരന് മുഴുവൻ നിക്ഷേപവും പലിശ സഹിതം എന്ത് ചെയ്യുന്നു? ലഭിക്കുന്നു. അപ്പൊ എന്താണ്? നമുക്ക് ജോലിയുള്ള ഒരാളാണെങ്കിൽ അയാള് ആ ജോലിയിൽ എന്ന് കയറുന്നു അന്ന് മുതൽ എന്ത് ചെയ്യുന്നു? അയാളുടെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം എന്ത് ചെയ്യണം? PF-ലേക്ക് നിക്ഷേപിക്കണം. ഈ തുക നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ലോൺ എടുക്കാനായിട്ട് സാധിക്കും. വീണ്ടും അത് എന്ത് ചെയ്യണം? തിരിച്ചടക്കണം. ഇത് എപ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടുക? നമ്മൾ
റിട്ടയർഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ പണം നമ്മൾ എത്ര രൂപ അടച്ചിട്ടുണ്ടോ ആ രൂപ മുഴുവനും കിട്ടും. പിന്നെ അതിന്റെ ഒരു ഗവൺമെന്റ് ഒരു പലിശയും നമുക്ക് തിരിച്ചു കിട്ടും. അതിനാണ് നമ്മൾ എന്താ പറയാ പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഓർത്തു വെച്ചോണേ. നമുക്ക് റിട്ടയർഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ അങ്ങോട്ട് അടയ്ക്കുന്ന പൈസയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് തിരിച്ച് നമ്മുടെ പ്രായമാകുമ്പോൾ എന്ത് ചെയ്യുന്നത്? ഒരു തുകയായിട്ട് നമുക്ക് തരുന്നത്. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട്. പ്രൊവിഡന്റ് ഫണ്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ പ്രത്യേകത? എല്ലാ മാസവും അടിസ്ഥാന ശമ്പളത്തിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം തുക എന്ത് ചെയ്യുന്നു? PF ആയിട്ട് ഈടാക്കുന്നു. നമ്മൾ മുമ്പ് ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ അല്ലെ. പിന്നെ ഈ തുകയ്ക്ക് എന്ത് ചെയ്യുന്നു? പലിശയും ലഭിക്കും. നിക്ഷേപ തുകയും പലിശയും വരുമാന നികുതിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വിമുക്തമാണ്. ഈ നിക്ഷേപിക്കുന്ന തുകയും പലിശയും എന്ത് ചെയ്യുന്നില്ല? നമുക്ക് വരുമാന നികുതിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിന് ടാക്സ് കൊടുക്കണ്ട. നിക്ഷേപ തുകയെ അടിസ്ഥാനമാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനിപ്പോ പറഞ്ഞായിരുന്നു. എന്ത് നമുക്ക് നിക്ഷേപിച്ച തുകയുടെ ഒരു ആനുപാതികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അടച്ച തുകയുടെ നമുക്ക് ലോണുകൾ എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ് അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? വാട്ട് ആർ ദി 2 ടൈപ്പ് ഓഫ് PF സ്കീം? 2 തരം പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതികളുണ്ട്. അവ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്ന് ജനറൽ പ്രൊവിഡന്റ് ഫണ്ട് കൊണ്ട്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് കൊണ്ട് ടിക്കറ്റ്. അത് ജനറൽ പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ശമ്പളം ലഭിക്കുന്ന ഏത് വ്യക്തിക്കും അനുയോജ്യമായ പദ്ധതിയാണ് ഏതെന്ന് പറയാ? ജനറൽ പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയാ. ആഗ്രഹത്തിനനുസരിച്ച് തൊഴിലാളിക്ക് നിക്ഷേപ തുക വർദ്ധിപ്പിക്കാവുന്നതാണ്. ആവശ്യ സമയത്ത് നിക്ഷേപത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോൺ എടുക്കാനും സാധിക്കും. അതിനാണ് ജനറൽ പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുക. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിന്റെ പ്രത്യേകത എന്താണ്? PPF-ന്റെ പ്രത്യേകത എന്താണ്? ഏത് സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തിക്കും SBI-യിലോ പോസ്റ്റ് ഓഫീസിലോ ഈ അക്കൗണ്ട് തുറക്കാനാകും. ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ ഇതിൽ പണം നിക്ഷേപിക്കാനാകും. 5 വർഷത്തിന് ശേഷം നിക്ഷേപകൻ പണം പിൻവലിക്കാനാകും. ഈ അക്കൗണ്ടും വരുമാന നികുതി നമുക്ക് ഇതിന് എന്തുകൊണ്ടാ? നമുക്ക് അടുത്ത അതിനെ കുറിച്ചാണ് ചോദിച്ചത്. ഇൻഷുറൻസ് പോളിസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം LIC-നെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇൻഷുറൻസ് പോളിസികൾ അങ്ങനെ പലതും നമുക്ക് സുരക്ഷ വരുന്ന പല LIC-യിലുണ്ട്. അങ്ങനെ പല പോളിസീസും ഉണ്ടല്ലേ. അപ്പൊ പല കമ്പനികളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഷുറൻസ് പോളിസീസ് തരുന്നുണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോളിസി തരുന്നത്? മനുഷ്യനിർമ്മിത കാരണങ്ങളാലോ സ്വാഭാവിക കാരണങ്ങളാലോ ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് നൽകുന്ന സുരക്ഷയാണ് എന്തുവാ? ഇൻഷുറൻസ്. അല്ലെ, നമ്മുടെ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് തരാറുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഇൻഷുറൻസ് അല്ലെ എടുക്കാറുണ്ട് അല്ലെ. അപ്പൊ എന്തിനായിട്ട് ഒരു വ്യക്തി ഇൻഷുറൻസ് എടുക്കുന്നതിലൂടെ അയാൾ ഇൻഷുറൻസ് കമ്പനിയുമായി ഒരു കരാർ ഉണ്ടാക്കുകയാണ്. അതനുസരിച്ച് ഇൻഷുറൻസ് എടുക്കുന്നയാൾ കാലാനുസൃതമായി കമ്പനിയിലേക്ക് ഒരു നിശ്ചിത തുക അടച്ചുകൊണ്ടിരിക്കണം. നിക്ഷേപകന് നഷ്ടം വരുമ്പോൾ ഇൻഷുറൻസ് കമ്പനി ഈ തുക തിരികെ നൽകും. ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് ഇങ്ങനെ 2 തരമുണ്ട്. അപ്പൊ എന്താണ്? ഇൻഷുറൻസ് എങ്ങനെയാണ്? 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ജനറൽ ഇൻഷുറൻസും ഉണ്ട്, രണ്ടാമത്തേതാണ് ലൈഫ് ഇൻഷുറൻസും ഉണ്ട്. മോഷണം, തീപിടുത്തം, വെള്ളപ്പൊക്കം, വരൾച്ച തുടങ്ങിയ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ രൂപീകരിച്ച ഇൻഷുറൻസ് ആണ് ഏതിൽ പറയുന്നത്? ജനറൽ ഇൻഷുറൻസില്. 1 വർഷ കരാറിലാണ് നൽകുന്നത്. മുഴുവൻ ഇൻഷുറൻസ് തുകയും അടയ്ക്കേണ്ട വർഷവും അടിസ്ഥാനപ്പെടുത്തിയാവും എന്ത് ചെയ്യുക? ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രീമിയം നിശ്ചയിക്കുന്നത്. അപ്പൊ മറ്റേത് എങ്ങനെയായിരിക്കും? നമുക്ക് ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയുടെ അതിനൊരു കാലാവധി പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ കാലാവധിക്ക് ഉള്ളിലായിരിക്കും എന്ത് ചെയ്യുക? അടയ്ക്കേണ്ട വർഷവും ഇൻഷുറൻസ് തുക എത്രയാണ്, അല്ലെ അടയ്ക്കേണ്ട വർഷവും ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും? പറഞ്ഞിട്ടുണ്ടാവും. കാലാവധിക്ക് ശേഷം മുഴുവൻ തുകയും പലിശയടക്കം ഏതാണ്? ലൈഫ് ഇൻഷുറൻസ് പദ്ധതി പ്രകാരമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? തിരിച്ച് കിട്ടുന്ന നമ്മൾ LIC-യിലൊക്കെ നമുക്ക് നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞ ഒരു അതിന്റെ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അത് നമുക്ക് തിരിച്ചു കിട്ടും. അടുത്തൊരു ചോദ്യം എന്താണ്? 22ാമത്തെ ഒരു ചോദ്യം. വാട്ട് ഈസ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ? UTI എന്നാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു പോകണം കേട്ടോ. UTI, ഇൻഷുറൻസ് പോളിസി, പ്രൊവിഡന്റ് ഫണ്ടുകൾ, അതിനെ കുറിച്ച് അതങ്ങനെ ഉള്ള ചോദ്യങ്ങള്. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ആർക്കും വ്യക്തിപരമായ പേരിലോ ജോയിന്റ് അക്കൗണ്ടായോ യൂണിറ്റുകൾ വാങ്ങാനാകും. ഓരോ യൂണിറ്റിന്റെയും മുഖവില 10 രൂപയായിരിക്കും. കുറഞ്ഞത് 100 യൂണിറ്റുകൾ വാങ്ങാനാകും. എല്ലാ വർഷവും
ജൂൺ മാസം UTI ഡിവിഡന്റുകൾ പ്രഖ്യാപിക്കും. കൃത്യമായ പലിശ ലഭിക്കും. നിക്ഷേപ തുക വരുമാന നികുതിയിൽ നിന്നും വിമുക്തമാണ് എന്നിവയാണ് ഇതിന്റെ സവിശേഷതകൾ. അതുപോലെ യൂണിറ്റുകൾ മറ്റു വ്യക്തികൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൈമാറാനായിട്ടും പറ്റും. അതാണ് UTIയുടെ പ്രത്യേകത. നമ്മള് ഇനി അടുത്തത് എന്താണ്? ഓഹരികളെ കുറിച്ചാണ്, ഷെയറുകളെ കുറിച്ചാണ് അല്ലെ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് നമ്മൾ ഓരോ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിക്കുന്ന കാര്യം നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ വാട്ട് ഈസ് ഷെയർ, എന്താണ് ഓഹരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടേ. സ്വകാര്യ കമ്പനിയിൽ അവരുടെ മൂലധന നിക്ഷേപത്തിന് പൊതുജനങ്ങളിലേക്ക് ഉടമസ്ഥാവകാശത്തിന്റെ ഒരു വിഹിതത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓഹരി എന്ന് പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോണേ. സ്വകാര്യ കമ്പനിയിൽ അവരുടെ മൂലധന നിക്ഷേപത്തിന് പൊതുജനങ്ങളിലേക്ക് കൊടുക്കുന്ന ഉടമസ്ഥാവകാശത്തിന്റെ ഒരു വിഹിതത്തിനാണ് നമ്മൾ എന്താ പറയാ? ഓഹരി. ഓഹരി ഉടമകളാണ് കമ്പനിയുടെ യഥാർത്ഥ ഉടമസ്ഥർ. അപ്പൊ ചില കമ്പനിക്കാർ അവരുടെ ഓഹരികൾ വിറ്റഴിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ. അവരെന്ത് ചെയ്യും? അവരുടെ ഓഹരികൾ 40% അല്ല 30% ഒക്കെ എന്ത് ചെയ്യുന്നു? വിറ്റഴിക്കുന്നു. അപ്പൊ പൊതുജനങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പൊ കമ്പനിക്ക് കിട്ടുന്ന എന്താണ് പ്രോഫിറ്റിന്റെ 1% എന്ത് ചെയ്യും? ഇത് വാങ്ങിച്ച ആളുകൾക്കും ഓഹരി വാങ്ങിച്ച ആളുകൾക്കും എന്ത് ചെയ്യുന്നു? കിട്ടുന്നു. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഡിബെഞ്ചേഴ്സ്, കടപ്പത്രങ്ങൾ എന്ന് പറഞ്ഞാല് എന്താണ്? ഇച്ചിരി വലിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. അതാണ് നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞി ചോദ്യങ്ങളാണ് ഉള്ളത്. അപ്പൊ ഡിബെഞ്ചേഴ്സ്, കടപ്പത്രങ്ങൾ എന്ന് പറഞ്ഞാല് എന്താണ്? ടിക്ക് ചെയ്യണേ. ഒരു നിശ്ചിത ശതമാനം പലിശ നിരക്കിൽ ഗവൺമെന്റിൽ നിന്നോ മറ്റു കമ്പനികളിൽ നിന്നോ മൂലധനം സമ്പാദിക്കുന്നതിന് ഒരു സ്വകാര്യ കമ്പനി പുറപ്പെടുവിക്കുന്ന രേഖയ്ക്കാണ് നമ്മൾ എന്താ പറയാ? കടപ്പത്രങ്ങൾ. അപ്പൊ എന്താണ് ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത ശതമാനം പലിശ നിരക്കില് ഗവൺമെന്റിൽ നിന്നോ മറ്റു കമ്പനികളിൽ നിന്നോ മൂലധനം സമ്പാദിക്കുന്നതിന് ഒരു സ്വകാര്യ കമ്പനി പുറപ്പെടുവിക്കുന്ന രേഖയ്ക്കാണ് നമ്മൾ എന്താ പറയാ? കടപ്പത്രങ്ങൾ എന്ന് പറയുന്നത്. ടിക്ക് ചെയ്തിരുന്നോ കേട്ടോ അത്. അടുത്തൊരു ചോദ്യം കണ്ടോ? ഭൂസ്വത്ത് അല്ലെങ്കിൽ ആഭരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വാട്ട് ഡസ് മീൻ പ്രോപ്പർട്ടി ഓർ ജുവലറി? അപ്പൊ എന്താണ് നമ്മളെ ആഭരണം അല്ലെങ്കിൽ ഭൂസ്വത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് കാര്യങ്ങൾ? അപ്പൊ നമുക്ക് ചില ആളുകൾ കയ്യില് പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോ ഭൂമി വാങ്ങിച്ചിടും അല്ലെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഗോൾഡ് വാങ്ങിച്ചു വെക്കും അല്ലെ. രണ്ടും എന്താണ്? നമുക്ക് അസറ്റ് ആണ് അല്ലെ. അപ്പൊ ബാങ്കിൽ കൊണ്ടിടുന്നേക്കാളും അപ്പൊ ഓരോ ഇപ്പൊ ആണെങ്കിലും എന്താണ് ഗോൾഡിന്റെ ഒക്കെ പൈസ ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ആളുകൾ കിട്ടുന്ന പൈസയുടെ അനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഗോൾഡ് വാങ്ങിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഭൂമി വാങ്ങിക്കുന്നു അല്ലെ. അപ്പൊ എന്താണ് ഇതിൽ നിന്നും നമ്മള് എപ്പോഴും വാങ്ങിച്ചു വെക്കുക, കൊടുക്കുക അല്ലെ. ഭൂമിയുടെ ഒക്കെ എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്നും നമുക്ക് വരുമാനം കിട്ടുന്നത്? എങ്ങനെയാണ്? മറിച്ച് വെക്കുന്ന ആള് അല്ലെ. നമുക്ക് അതിനെ കുറിച്ച് ഭൂമി മറിച്ച് വിൽക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് അല്ലെ. അപ്പൊ അവർക്കൊക്കെ അറിയാം അല്ലെ. അവര് ചെറിയ തോതിൽ എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് പോയി ഭൂമി മേടിക്കും. അത് മേടിച്ചതിന് അതിനെ കുറച്ച് മോഡിഫൈ ചെയ്ത് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു, ഉയർന്ന വിലയ്ക്ക് കൊടുക്കുന്നു. അപ്പൊ അവർക്ക് എന്ത് ചെയ്യുന്നു? അതിന് നല്ല പൈസ കിട്ടും അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ആഭരണത്തിന്. ആഭരണം എങ്ങനെയാണ്? നമ്മള് ആഭരണത്തിന് വേറൊരു കുഴപ്പമുണ്ട്. എന്താണ്? നമ്മൾ വാങ്ങിച്ചാലും ഒരു കുറച്ച് വിൽക്കുമ്പോ എന്ത് ചെയ്യുന്നു? കുറച്ച് കുറയ്ക്കുന്നു അല്ലെ. അത് ഏത് നമ്മൾ ഗോൾഡ് കൊടുക്കുമ്പോ ഒക്കെ ശരിയാണ് അല്ലെ. കുറച്ചു കാലം കഴിഞ്ഞിട്ട് കൊണ്ട് കൊടുക്കുന്നെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിൽ കുറച്ചൊരു നിശ്ചിത ശതമാനം അവർ കുറയ്ക്കും, അല്ലെങ്കിൽ വിലയിൽ നമ്മൾ ഉദ്ദേശിച്ച വില കിട്ടാതെ പോകുന്നു. അപ്പൊ ഇങ്ങനെ ഇത് നമ്മുടെ ഭൂമിയോ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഭൂമി നമ്മള് ഉദ്ദേശിച്ച സമയത്ത് വിൽക്കാൻ പറ്റിയില്ല. നമുക്ക് അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ആധാരം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഭൂമിയുടെ ആധാരം വെച്ച് ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാം. അതുപോലെ അതിന്റെ ഗോൾഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലോൺ എടുക്കാൻ പറ്റും അല്ല. നമുക്ക് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും അല്ലേ. പിന്നെ എന്താണ്? നമ്മള് പല ബാങ്കുകാരും അല്ലെങ്കിൽ ഏതെങ്കിലും സേവിങ് സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ട് നിക്ഷേപം പലതരത്തിലുള്ള നിക്ഷേപങ്ങളുണ്ട്, ഇത്ര പൈസ തരാം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു നിക്ഷേപ പദ്ധതി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്, ഇൻവെസ്റ്റ്മെന്റ് സ്കീം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് 5 പോയിന്റുകളാണ് ഉള്ളത്. ഒന്ന്, സൂക്ഷിച്ചു വെക്കാൻ കഴിവുണ്ടോ? നമ്മളിത് നമ്മുടെ പൈസ കൊണ്ട് കൊടുക്കുകയാണോ?
നമ്മുടെ നിക്ഷേപത്തിന് സുരക്ഷിതത്വം ഉണ്ടോ, അതോ അടുത്ത ദിവസം പോണ ബാങ്കാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. പിന്നെ എന്താണ്, ഉയർന്ന പലിശനിരക്ക് കൂടുതൽ നമുക്ക് കിട്ടുമോ, അല്ലെ നമ്മൾ പലിശനിരക്ക് കുറഞ്ഞ ബാങ്കിലൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മുടെ നിക്ഷേപം കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യോ, ഇല്ല. നമുക്ക് എവിടെയാണ് കൂടുതൽ പലിശ കിട്ടുന്നത് അവിടെയല്ലേ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുള്ളൂ. പിന്നെ കൈമാറ്റം ചെയ്യാനുള്ള എളുപ്പത്തിന്, നിക്ഷേപിക്കാൻ അനുയോജ്യമായ സ്ഥലം, അങ്ങനെ പല രീതിയിലൊക്കെ നമ്മുടെ എളുപ്പത്തിന് നോക്കിയിട്ടാണ്. അപ്പൊ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനേക്കാളും ഒരുപാട് ദൂരെയുള്ള ഒരു ബാങ്കിൽ കൊണ്ട് നമ്മൾ നിക്ഷേപം ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ അടുത്തുള്ള ബാങ്കിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, ഏറ്റവും കൂടുതൽ നമ്മൾ പണം നിക്ഷേപിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്കൊരു പെട്ടെന്ന് ഒരു ആവശ്യം വന്ന് പോയി എടുക്കണമെങ്കിലൊക്കെ നമ്മുടെ അടുത്താണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്, അല്ലെ? അങ്ങനെ ഒക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട്. പിന്നെ എന്തൊക്കെയാണ്, നമുക്ക് ധനകാര്യ സ്ഥാപനങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്, അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നത്, നമുക്ക് ക്രെഡിറ്റ് കാർഡ് തരാറുണ്ട്, അല്ലെ? അത് ഉപയോഗിച്ച് നമുക്ക് സാധനങ്ങളും സേവനങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റും. ATM കാർഡ് മുഖേന എന്ത് ചെയ്യാൻ, നമുക്ക് 24 മണിക്കൂറിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും ഒക്കെ പറ്റും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ലോണുകള്, ഈ ബാങ്കിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ 27ാമത്തെ ക്വസ്റ്റ്യൻ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ദ വേരിയസ് ഫെസിലിറ്റീസ് ഓഫറിംഗ് ഇൻ ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആ ഒരു ചോദ്യം 27ാമത്തെ ടിക്കറ്റ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഏതാണ് ഒന്നാമത്തെ അതിന്റെ പോയിന്റ്, ഡെബിറ്റ് കാർഡാണ്. രണ്ടാമത്തെ ATM കാർഡാണ്. പിന്നെ ലോൺ ഉണ്ട്, ഈ ബാങ്കിങ് ഉണ്ട്. അങ്ങനെ 4 പോയിന്റുകളാണുള്ളത്. ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് അതിനകത്ത് ഏതൊരു ബാങ്ക് നിക്ഷേപത്തിനും മേലും ബാങ്ക് നൽകുന്ന കാർഡിനാണ് നമ്മൾ എന്താ പറയുക, ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്, അല്ലെ? ഈ കാർഡ് ഉപയോഗിച്ച് പണം ചിലവഴിക്കുമ്പോഴോ ATM വഴി പണം വിനിയോഗിക്കുമ്പോഴും ബാങ്ക് അക്കൗണ്ടിൽ ചെലവഴിച്ച പണം എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ATM കയറി ഒരു 500 രൂപ നമ്മൾ പിൻവലിച്ചു, അപ്പൊ തന്നെ നമുക്കൊരു മെസ്സേജ് വരും, അല്ലെ? എന്താണ്, ഇത്ര രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പിൻവലിച്ചിട്ടുണ്ട്, ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് നമുക്ക് അപ്പൊ തന്നെ എന്ത് ചെയ്യും, ഒരു മെസ്സേജ് വരും, അല്ലെ? പിന്നെ എന്താണ്, ATM കാർഡിന്റെ പ്രത്യേകതയെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. ക്രെഡിറ്റ്, ഇവിടെ 2 തവണ പറഞ്ഞിരിക്കുന്നുണ്ട്. What is the difference between debit card and ATM card? Both are functioning equally. In the same way we are using that, but 2 തവണ പറഞ്ഞിട്ടുണ്ട്. ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നു, ATM കാർഡ് എന്ന് പറയുന്നു. അതുകൊണ്ട് അതിന് എന്തെങ്കിലും ടെക്നിക്കൽ ഡിഫറൻസ് ഉണ്ടോ? നമ്മളെ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യും, ഉപഭോക്താവിന് സാധനങ്ങളും സേവനങ്ങളും ഒക്കെ പർച്ചേസ് ചെയ്യാൻ കഴിയും. കിട്ടിയോ? ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സാധനങ്ങളും സേവനങ്ങളും ഒക്കെ ആ ഒരു കാർഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ATM കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ATM പോയിട്ട് നമുക്ക് പിൻവലിക്കാനായിട്ടേ പറ്റുള്ളൂ. അതിനെ പ്ലാസ്റ്റിക് മണി എന്ന് നമ്മൾ അറിയപ്പെടുന്നുണ്ട് ATM കാർഡ് എന്ന് പറഞ്ഞാൽ. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് സാധനങ്ങളും സേവനങ്ങളും എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു QR കോഡ് ചെയ്തുകൊണ്ട് ചിലതിന് നമുക്ക് കാണാൻ പറ്റും. അത് ഉപയോഗിച്ച് നമുക്ക് പിൻവലിക്കാനായിട്ട് പറ്റും. നമുക്ക് എവിടെ പോയി സാധനങ്ങൾ മേടിക്കുന്നതിന് കുഴപ്പമില്ല. അങ്ങനെയൊക്കെയുള്ളതാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ATM കാർഡിന്റെ പ്രത്യേകത എന്താണ്, നമ്മൾ ഏത് ATM ഇട്ടാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈസ പിൻവലിക്കാനായിട്ട് പറ്റും. പിന്നെ പ്ലാസ്റ്റിക് മണി എന്ന് അറിയപ്പെടുന്നത് ആ ATM കാർഡിനെയാണ്. ഇനി അടുത്ത പോയിന്റിലോട്ട് പോയിക്കോട്ടെ. അടുത്തത് ലോണുകളാണ്. അപ്പൊ വിവിധ തരം ധനകാര്യ സ്ഥാപനങ്ങൾ പലതരത്തിലുള്ള ലോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്. ലോണുകളെ കുറിച്ച് നമുക്കറിയാലോ. അപ്പൊ വ്യക്തിഗത ലോണുണ്ട്, വിദ്യാഭ്യാസ ലോണുണ്ട്, ഭവന വായ്പകളുണ്ട്, വാഹന വായ്പകളുണ്ട്. ഇത് എല്ലാം വിവിധ തരത്തിലുള്ള ലോണുകളെ കുറിച്ച് നമുക്ക് പറയാണ്ട് തന്നെ നമുക്കറിയാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ലോൺ എടുക്കുമ്പോൾ തന്നെ എത്ര രൂപ വെച്ചാണ് തിരിച്ചടക്കേണ്ടത്, എത്ര കാലതാമസം ഉണ്ടാവും, അല്ലെ? നമ്മുടെ ആവശ്യങ്ങളൊക്കെ അനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാം, ലോണുകൾ തരുന്നത്. ഓരോ ലോൺ തരുന്നതിനനുസരിച്ച് എന്തുണ്ടാവും, പലിശനിരക്കിൽ എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും, അല്ലെ? അപ്പൊ നമുക്ക് എന്താണ്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് എടുക്കുന്ന ലോണുകൾക്ക് എങ്ങനെയായിരിക്കും, പലിശനിരക്ക് കുറവായിരിക്കും. അല്ലെങ്കിൽ കാർഷിക ആവശ്യങ്ങൾക്ക് എടുക്കുന്ന ലോണുകൾക്ക് കുറവായിരിക്കും. നമുക്ക് ഹൗസിംഗ് ലോണൊക്കെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും, അതിൽ ഓരോന്നിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. പിന്നെ എന്താണ് ഈ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്റർനെറ്റ് മുഖേന ബാങ്കിങ് സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഈ ബാങ്കിങ് എന്ന് പറയുന്ന വൺവേഡാണ്, ടിക്കറ്റ്. ഇന്റർനെറ്റ് മുഖേന ബാങ്കിങ് സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് ഈ ബാങ്കിങ് എന്ന് നമ്മൾ പറയുന്നത്. അതിലൂടെ ലഭിക്കുന്ന വിവിധ സേവനങ്ങൾ എങ്ങനെയാണ് നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കിക്കേ.
ബാങ്ക് ബാലൻസ് അറിയുന്നതിന് ഈ ബാങ്കിങ് നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ. നമ്മൾ ഏത് ബാങ്കിന്റെ ആണെങ്കിലും നമ്മുടെ കയ്യിലൊരു ഈ ബാങ്കിങ്ങിനെ അല്ലെ ഒരു ഇപ്പൊ ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ ഫെഡ് മൊബൈൽ ഉണ്ടാവാം, SBI ആണെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാവും. അങ്ങനെ പല രീതിയിലായിരിക്കും ഓരോ ബാങ്കുകളുടെയും അല്ലെ. നമ്മുടെ കയ്യിൽ നമുക്ക് അപ്പൊ തന്നെ അറിയാം നമ്മുടെ ബാലൻസ് എത്രയാണ്, നമ്മുടെ കയ്യിലേക്ക് ആരെങ്കിലും നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ കയറിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മൊബൈൽ വഴി അറിയാവുന്ന സേവനത്തിനാണ് നമ്മൾ എന്താ പറയാ ഈ ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ ബാങ്ക് ബാലൻസ് അറിയുന്നതിന്, ക്രെഡിറ്റ് കാർഡിൽ ലഭ്യമായ തുക അറിയുന്നതിനാണ്, ചെക്ക് ബുക്ക്, ഡ്രാഫ്റ്റ് എന്നിവയ്ക്ക് അപേക്ഷ കൊടുക്കാൻ, അങ്ങനെ പല രീതിയിലുള്ള പ്രയോജനം നമുക്ക് ഈ ബാങ്കിങ് ഉണ്ട്. പിന്നെയോ ടെലി മാർക്കറ്റിലൂടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്, റെയിൽവേ വിമാന ടിക്കറ്റുകൾ എടുക്കുന്നതിന്, ടെലിഫോൺ, ജലം, വൈദ്യുതി ബില്ലുകൾ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സൗകര്യമുണ്ട്. അപ്പൊ നമ്മൾ കടയിൽ പോയി നമുക്ക് 10 രൂപയുടെ സാധനം വാങ്ങിച്ചുള്ളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബാങ്കിങ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ പൈസ ഗൂഗിൾ പേയിലോ എന്തെങ്കിലും അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടയ്ക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണ്? ലിസ്റ്റ് എടുത്ത് ഐറ്റംസ് ആൻഡ് സർവീസസ് എക്സ്പെൻഡിച്ചർ ബൈ ദി ഫാമിലി ഇൻകം. കുടുംബ വരുമാനത്തിൽ നിന്നും ചെലവിടുന്ന ഇനങ്ങളും സേവനങ്ങളും ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കുടുംബ വരുമാനത്തിൽ നിന്ന് നമ്മൾ ചെലവിടുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പൈസ ചെലവഴിക്കുന്നതെന്ന്? ഒന്ന് ആഹാരം, രണ്ടാമത് ഏതാണ് പാർപ്പിടത്തിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, വസ്ത്രത്തിന് വേണ്ടി, ഗതാഗതം, വൈദ്യസഹായം, വിനോദം, മറ്റു കാര്യങ്ങൾ. ഇതൊക്കെ നമുക്ക് ജനറൽ ആയിട്ട് എഴുതാവുന്ന കാര്യങ്ങൾ. നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് പണം വിനിയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പാടില്ല. ജനറൽ ആയിട്ട് എന്തോരം പോയിന്റുകൾ ഇനിയും നമുക്ക് കിട്ടും അല്ലെ. പല നമ്മുടെ ആദ്യം എന്താണ് നമ്മുടെ ഫുഡ് അല്ലെ, ഫുഡ്, പിന്നെ എന്നാ ക്ലോത്ത്, ഷെൽട്ടർ. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറയാ. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ്? വിദ്യാഭ്യാസമുണ്ട്, ഗതാഗതമുണ്ട്, വൈദ്യുത സഹായങ്ങളുണ്ട്, വിനോദമുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട് അല്ലെ. ഇത്രയാണ് എന്താണ് നമ്മൾ ചെലവഴിക്കുന്ന പണത്തിന്റെ. പിന്നെ എന്തൊക്കെയാണ് അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്? എക്സ്പ്ലെയിൻ ദ കോമൺ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ്. പൊതു നിക്ഷേപ മാർഗങ്ങള് വിശദീകരിക്കുക. നമുക്ക് എവിടെയൊക്കെ നിക്ഷേപങ്ങള് പണം നമുക്ക് നിക്ഷേപിക്കാം? എവിടെയാണ്? ഒന്നാമതായിട്ട് ഒന്ന് ബാങ്കിൽ നിക്ഷേപിക്കാം, രണ്ടാമതായിട്ട് എവിടെയാണ്? പോസ്റ്റ് ഓഫീസില്, മൂന്നാമതായിട്ട് പ്രോവിഡന്റ് ഫണ്ടിൽ നമ്മളിപ്പോ പറഞ്ഞല്ലോ PF-ല്, പിന്നെ എന്താണ് നാലാമത്തെ? ലൈഫ് ഇൻഷുറൻസ് കമ്പനികളില്, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളില്, സ്വകാര്യ കമ്പനികളില്, സ്വത്ത് അല്ലെങ്കിൽ ഭൂമി അല്ലെങ്കിൽ ആഭരണങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിക്ഷേപിക്കാനായിട്ട് പറ്റും. അതൊരു essay ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബാങ്കുകളില് അതിപ്പോ നമ്മൾ പറഞ്ഞു പോയതുകൊണ്ട് നമുക്ക് ഇനി ഓരോന്നും പറയേണ്ട കാര്യമില്ല, നമ്മുടെ സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഓരോ പോയിന്റുകളായിട്ട് പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്റർ 40 എനർജി കൺസർവേഷൻ ആണ്. ഊർജ സംരക്ഷണത്തിനെ കുറിച്ചാണ് നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത്. എന്താണ് ഊർജം, ഊർജത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നോക്കിക്കൊള്ളൂ കേട്ടോ. വാട്ട് ഈസ് എനർജി? ടിക്കറ്റോളൂ, വൺ വേർഡ് ആണ്. എന്താണ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ജോലി ചെയ്യാനുള്ള കഴിവിനെ അല്ലെങ്കിൽ പ്രാപ്തിയെ നമുക്ക് എന്ത് പറയാം? ഊർജം അല്ലെങ്കിൽ എനർജി അല്ലെ. നമുക്ക് ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ശരീരത്തിന് എനർജി കിട്ടുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എഴുന്നേറ്റ് കിടക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നു? റീചാർജ് ചെയ്യുന്നു. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും? നമ്മുടെ ശരീരത്തിന്റെ ബാറ്ററി ലോയാന്ന് പറയുക. എവിടെയാ പറയുന്നത്? നമുക്ക് വിശക്കാൻ തുടങ്ങും അല്ലെ. കുറച്ചു നേരം കഴിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ടയേർഡ് ആവും, നമ്മളെ കൊണ്ട് വയ്യാണ്ടാവും അല്ലെ. ഭക്ഷണം കഴിക്കാണ്ടിരുന്നാല് നമ്മുടെ ശരീരത്തിന്റെ ബാറ്ററി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ലോയായിക്കൊണ്ടിരിക്കും. എങ്ങനെയാ നമുക്ക് എനർജി കിട്ടുക? എവിടെ നമുക്ക് നമ്മുടെ ശരീരത്തിന് എനർജി കിട്ടുന്നത്? നമ്മുടെ ബോഡിയെ നമ്മൾ റീചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ. അപ്പൊ എന്താണ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവായിട്ട് പറയുമ്പോൾ ജോലി ചെയ്യാനുള്ള പ്രാപ്തിയെയാണ് നമ്മൾ എന്ത് പറയാ? ഊർജം എന്ന് പറയാ. നമ്മുടെ ബോഡിയുടെ കാര്യം അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളെ കുറിച്ചും അല്ലെ. അപ്പൊ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് സോഴ്സസ് ഓഫ് എനർജി. വിവിധ ഊർജ ഉറവിടങ്ങളെ കുറിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അറിയാതെ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഊർജം കിട്ടുന്നതെന്ന്? ഒന്ന് സൂര്യനിൽ നിന്ന് നമുക്ക് ഊർജം കിട്ടുന്നുണ്ട്, കാറ്റിൽ നിന്ന്, ജലത്തിലൂടെ, ഇന്ധനത്തിലൂടെ അല്ലെ. പിന്നെ ന്യൂക്ലിയർ ഇന്ധനമുണ്ട്, വൈദ്യുതി ഉണ്ട്, ജിയോ തെർമൽ ഉണ്ട്. അപ്പൊ ഒന്നാമത്തേതാണ്
സൂര്യനിൽ നിന്ന് നമുക്ക് അല്ലെ സോളാർ എനർജി ഉണ്ട്, കാറ്റിലൂടെ വിൻഡ് എനർജി ഉണ്ട്, ജലത്തിലൂടെ അല്ലെ. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വൈദ്യുതിയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് വഴിയാണ്? ജലത്തിലൂടെ അല്ലെ. ജലം അങ്ങനെയുള്ള, പിന്നെ ഇന്ധനം അല്ലെ. ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? തടിയുണ്ട്, കൽക്കരിയുണ്ട്, എണ്ണയുണ്ട് അല്ലെ. അങ്ങനെ അതൊക്കെ കത്തിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇന്ധനം ഉൽപ്പാദിപ്പിക്കാം. പിന്നെ ഏതാണ്? ന്യൂക്ലിയർ ഇന്ധനങ്ങളുണ്ട്. പിന്നെ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഏതാണ്? വൈദ്യുതി ഉണ്ട്. അതെല്ലാം ഇന്ധനമാണ് പല രീതിയിൽ അല്ലെ. പിന്നെ ഏതാണ്? ജിയോ തെർമൽ ഉണ്ട്. ജിയോ തെർമൽ മീൻസ് എന്താണ്? ഭൂവൽക്കത്തിനുള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ താപോർജ്ജത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ജിയോ തെർമൽ എന്ന് പറയുന്നത്. ഒന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ. ജിയോ തെർമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിക്കടിയിലുള്ള കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഭൂമിക്കടിയിൽ എന്ത് ചെയ്യുന്നു? നമുക്കറിയാം ഭൂമിയുടെ ഉള്ളെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എപ്പോഴും കത്തി മറിഞ്ഞു തിളച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവകമാണ് അല്ലെ. അപ്പൊ ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ആദ്യത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി ഉണ്ടായ ഒരു കാലത്ത് എങ്ങനെയായിരുന്നു? ഇതൊരു തീഗോളം പോലെയായിരുന്നു. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? അത് തണുത്താണ് ഇപ്പൊ നമ്മുടെ ഈ ഭൂമിയുടെ ഒരു അവസ്ഥയിലേക്ക് വന്നത്. എന്നാൽ പുറം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ഇപ്പോഴും ഒരു തണുത്ത ഒരു അവസ്ഥയേ ഉള്ളൂ. ബാക്കി നമ്മുടെ ഭൂമിയുടെ ഉള്ളറകൾ എപ്പോഴും എങ്ങനെയാണ്? ഇപ്പോഴും ഭയങ്കരമായിട്ട് എന്താണ്? ചൂട്, തിളച്ച് മറിയുന്ന ലാവ, അങ്ങനെയുള്ള ഇപ്പൊ നമുക്കറിയാം അഗ്നിപർവ്വതമൊക്കെ പൊട്ടി ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന എങ്ങനെയാണ്? തിളച്ച് മറിയുന്ന കൊഴുത്ത ദ്രാവകമാണ് വരുന്നത് അല്ലെ. അപ്പൊ ആ ലാവയാണ് അതിന്റെ ഉള്ളിലുള്ള. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ ഏതെടുക്കുക? ജിയോ തെർമൽ. ജിയോ തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ ആ താപോർജ്ജത്തെയാണ് പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? അത് എനർജി ആയിട്ട് എടുക്കുന്നത്. ഇപ്പൊ ഭൂമിക്കടിയിൽ എന്താണ്? പലതരത്തിലുള്ള മിനറൽസുകൾ ഉണ്ട്. അപ്പൊ നമുക്കറിയാം പല ശിലാ ദ്രാവകങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഏത് നമുക്ക് എനർജി കിട്ടുന്നത്? ജിയോ തെർമൽ എനർജി നമുക്ക് കിട്ടുന്നതെന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ജിയോ തെർമൽ എനർജി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭൂവൽക്കത്തിനുള്ളിൽ സ്റ്റോർ ചെയ്ത് കിടക്കുന്ന താപോർജ്ജത്തെയാണ് നമ്മൾ എന്താ ജിയോ തെർമൽ എനർജി എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഏതാണ്? ക്ലാസിഫൈ ദ വേരിയസ് സോഴ്സസ് ഓഫ് എനർജി. വിവിധ ഊർജ്ജ ഉറവിടങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തരംതിരിക്കാനായിട്ട് പറ്റും. ഊർജ്ജം പ്രധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ? രണ്ടായിട്ട് തരംതിരിക്കാം. വീണ്ടും ഉപയോഗിക്കാവുന്നത്, വീണ്ടും ഉപയോഗിക്കാനാവാത്തത്. നമുക്ക് നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ നമുക്കറിയാം. വീണ്ടും ഉപയോഗിക്കാവുന്ന സൂര്യൻ വരും, വൈകുന്നേരം പോകും, പിന്നെ നാളെ രാവിലെ വരും. നമുക്ക് എന്ത് ചെയ്യാം? സൂര്യന്റെ എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാനായിട്ട് പറ്റും. അടുത്തതാണ് കാറ്റ്. നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ജലം ഉപയോഗിക്കാൻ ജിയോ തെർമൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. വീണ്ടും ഉപയോഗിക്കാനാവാത്തത് ഏതാണുള്ളത്? ജൈവ ഇന്ധനങ്ങള് അല്ലെ. കത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും ഉണ്ടാവോ? ഇല്ല. തടി കത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഇല്ല. പിന്നെ ന്യൂക്ലിയർ ഇന്ധനങ്ങള്, പെട്രോളിയം അങ്ങനെയുള്ള ഇതിൽ നിന്നും ഉണ്ടാക്കുന്ന കൽക്കരി പോലെയുള്ള. പിന്നെ എന്തൊക്കെയാണ്? വൈദ്യുതി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇല്ല. പിന്നെ എന്താണ്? അടുത്തൊരു ക്വസ്റ്റ്യൻ ഏതാണ്? ഡിഫറൻസസ് ബിറ്റ്വീൻ റിന്യൂവബിൾ സോഴ്സസ് ആൻഡ് നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി. അത് ടിക്കറ്റാണ്, ഇമ്പോർട്ടന്റ് ആണ്. അത് ചോദിക്കും, പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് പുനരുപയോഗിക്കാനാവാത്തതുമായ ഊർജ്ജ ഉറവിടങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യാറ്. നമുക്ക് ഉപയോഗിക്കാവുന്ന ഏതൊക്കെയാണ്? സൂര്യന്, കാറ്റ്, ജലം, ഇവയൊക്കെ നമുക്ക് എന്താ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാനാവാത്ത നമ്മൾ കത്തിച്ചു കളഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുന്നു, അതങ്ങ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇല്ല അല്ലെ. അങ്ങനെയുള്ള ലഭ്യത കുറവായിട്ടുള്ളതാണ് എന്ന് പറയാ വീണ്ടും ഉപയോഗിക്കാനാവാത്ത എന്ന് നമുക്ക് പറയാം. എണ്ണ, കൽക്കരി തുടങ്ങിയ ഊർജ്ജം രൂപീകരിക്കുന്ന എങ്ങനെ എടുക്കും? ഒന്ന്, നമുക്ക് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങള്, കൽക്കരിയൊക്കെ ഖനനം ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്, കാലതാമസം വരും. പിന്നെ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ലഭിക്കില്ല. അപ്പൊ ഇത് രണ്ടിന്റെ ഡിഫറൻസുകൾ മനസ്സിലാക്കി വെച്ച ആ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് എന്നും ഡെയിലി നമ്മൾ കാണുന്ന സൂര്യനെ കാണുന്നുണ്ട്, കാറ്റ് വീശുന്നുണ്ട്, ജലം അല്ലെ, പിന്നെ ജിയോ തെർമല്. ഉപയോഗിക്കാൻ പറ്റാത്തത് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് നമ്മൾ കത്തിച്ചു, ആ സിലിണ്ടറിന്റെ അകത്തുള്ള തീർന്നു കഴിഞ്ഞാൽ തീർന്നു. ഇനി നമുക്ക് വീണ്ടും അതിൽ നിന്ന് എടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ അതാണ് തടി കത്തിച്ചു കഴിഞ്ഞാൽ അത് തീർന്നു. ന്യൂക്ലിയർ ഇന്ധനങ്ങൾ അങ്ങനെയാണ്. വൈദ്യുതിയുടെ കാര്യം ഓർത്തു വെച്ചോളെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഏതാണ്? We must conserve energy because the number of reasons. What are they? വിവിധ കാരണങ്ങളാൽ നാം ഊർജം സംരക്ഷിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് അവ? എന്താണ്? ഒന്ന്, ഡിമാൻഡ്, എക്സസ്, സപ്ലൈ. എന്തൊക്കെയാണ് നമുക്ക് ഊർജം സംരക്ഷിക്കണം എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണ്? ഡിമാൻഡ്, എക്സസ്,
സപ്ലൈ എന്താണ് ഡിമാൻഡ് കൂടുതലും സപ്ലൈ എങ്ങനെയാണ് കുറവുമാണ് അല്ലെ. അപ്പൊ അതിനുള്ള കാരണം എന്താണ്? വർദ്ധിക്കുന്ന ജനസംഖ്യയുണ്ട്, വ്യവസായവൽക്കരണമുണ്ട്, റോഡുകളിലെ ട്രാഫിക്, വീട്, ഓഫീസ് എന്നിവിടങ്ങളുടെ ആവശ്യങ്ങൾ തുടങ്ങിയവ കൊണ്ട് ഊർജത്തിന്റെ ആവശ്യകത എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയോ ഫ്യൂവൽ ആർ ലിമിറ്റഡ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇന്ധനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലിമിറ്റഡ് ആണ് അല്ലെ. ഇന്ധനം വളരെ പ്രധാനപ്പെട്ട ഒരു ഊർജ ഉറവിടമാണ്, എന്നാൽ അവ വളരെ പരിമിതവുമാണ്. അതുകൊണ്ട് കൽക്കരി, ഗ്യാസ്, എണ്ണ തുടങ്ങിയ ഇന്ധന ഊർജം എന്ത് ചെയ്യണം? നമ്മള് സംരക്ഷിക്കേണ്ടതുണ്ട്. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം അല്ലെ, ഗ്യാസ്, കൽക്കരി, പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ച് ഉപയോഗിക്കണം. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം അല്ലെ. അടുത്തൊരു ചോദ്യം എന്താണ്? ഹൗ ക്യാൻ കൺസർവ് എനർജി? ഊർജത്തെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കും? നമുക്ക് എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? ഊർജത്തെ സംരക്ഷിക്കുന്നത് വലിയൊരു ദൗത്യമായിട്ട് മാറിയിരിക്കുന്നു. വീടുകളിലും ജോലി സ്ഥലത്തും റോഡിലുമായിട്ട് ഊർജത്തെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ്? നമുക്ക് വീട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? ഊർജത്തെ സംരക്ഷിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പല കാര്യങ്ങളുണ്ട് അല്ലെ. ആവശ്യത്തിന് ഇപ്പൊ അടുക്കളയിൽ തുടങ്ങി കഴിഞ്ഞാല് നമ്മുടെ ഉപയോഗത്തിന് ശേഷം എന്ത് ചെയ്യാം? ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ വിറകടുപ്പാണെങ്കിൽ എന്ത് ചെയ്യാം? ആ വിറക് പിരിച്ചു എടുത്തു വെക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ എന്താണ്? വൈദ്യുതി ഉപയോഗിക്കുന്നതാണെങ്കിൽ നമ്മൾ ആ മുറിയിൽ ഇല്ലെങ്കിൽ ലൈറ്റ് ഓൺ ആണെങ്കിൽ അത് ഓഫ് ചെയ്ത് വെക്കാം. ഫാൻ ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്, AC ഓൺ ആക്കി വെച്ചിരിക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഓഫ് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനർജി സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മളെ ജോലി സ്ഥലത്തേക്ക് പോയി അപ്പൊ നമ്മുടെ ക്യാബിനിൽ നമ്മൾ ഇരിക്കുന്നിടത്ത് നമ്മൾ ഫാനോ ACക്കോ ലൈറ്റ് ഒക്കെ ഓൺ ആക്കി വെച്ച് നമ്മൾ പുറത്തേക്ക് പോകണം. കുറച്ചൊരു 10 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ പുറത്തേക്ക് പോകണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതങ്ങ് ഓഫ് ചെയ്ത് വെച്ച് പോകാം. അത്രയും എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാഭിക്കാനായിട്ട് പറ്റും. വീടുകളിൽ ചെയ്യാം, ജോലി സ്ഥലത്ത് ചെയ്യാം. റോഡിൽ എങ്ങനെയാണ് നമ്മൾ എനർജി? ചില നമ്മൾ ട്രാഫിക്കിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ എന്താണ്? കുറെ നേരം കിടക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ വണ്ടി ഓഫ് ചെയ്ത് ഇടാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? ഊർജ്ജത്തെ സംരക്ഷിക്കാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞത് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കുന്നതിന് കുഴപ്പമില്ല. റോഡിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ക്ലച്ച്, ബ്രേക്ക് എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക, ഇന്ധനത്തിന്റെ ലീക്കേജ് ഒഴിവാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ എനർജി ഓപ്ഷൻസ് ഫോർ ഫ്യൂച്ചർ? ഭാവിയിലേക്ക് വേണ്ട ഊർജ്ജ മാർഗങ്ങള് എന്തൊക്കെയാണ്? ഇനിയിപ്പോ ഇതൊക്കെ തീർന്നു പോയി കഴിഞ്ഞാൽ ഭാവിയിലും ജീവിക്കണമല്ലോ അല്ലെ. നമ്മുടെ കാലം കഴിയുമ്പോഴും നമ്മുടെ മക്കളും കൊച്ചുമക്കളും പേരമക്കളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് ഒക്കെ ഭാവിയിലേക്ക് വേണ്ട ഊർജ്ജ സംരക്ഷണ മാർഗങ്ങളൊക്കെ അതിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ്? ബയോഗ്യാസ് അല്ലെ. വായുവിന്റെ സാന്നിധ്യമില്ലാതെ മൃഗങ്ങളുടെ വിസർജ്യങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇന്ധനമാണ് എന്ത് പറയുക? ബയോഗ്യാസ് അല്ലെ മീഥേൻ വാതകം ഉൾപ്പെടുന്ന ഇന്ധനം. പാചകം ചെയ്യുന്നതിനും ലൈറ്റുകൾക്കുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. ബയോഗ്യാസ് പ്ലാന്റുകൾ പല വീടുകളിലും ഉണ്ട് അല്ലെ. എന്ത് ചെയ്യുന്നു? നമ്മള് മൃഗങ്ങളുടെ പശുവിന്റെ ചാണകം ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് നമ്മൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണാവശിഷ്ടങ്ങൾ ഒക്കെ ഇട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബയോഗ്യാസ് നിർമ്മിക്കാൻ പറ്റും. അപ്പൊ പ്രകൃതി സൗഹൃദ വാതകമാണ് എന്ത് പറയാ? ബയോഗ്യാസ് എന്ന് പറഞ്ഞ്. അപ്പൊ പുകയെടുപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ശ്വാസകോശ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത് തടയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബയോഗ്യാസ് ഉപയോഗിക്കാം. ഇതിനെ വളരെ ചെലവ് കുറഞ്ഞൊരു മാർഗം കൂടിയാണ് എന്ന് പറയാ ബയോഗ്യാസ് ഉപയോഗിക്കുന്നതിലൂടെ. അപ്പൊ നമ്മൾ അടുപ്പ് ഉപയോഗിക്കുമ്പോൾ എന്താണ്? നമ്മളെ അടുപ്പിൽ ഊടുമ്പോ ആ പുക നമ്മുടെ ശ്വാസകോശത്തിൽ കയറി നമുക്ക് എന്താണ്? പലതരത്തിലുള്ള ക്യാൻസറുകൾ, ശ്വാസകോശ അണുബാധകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമ്മുടെ കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ കുറയ്ക്കാനും ഒക്കെ ഏതാണ്? ബയോഗ്യാസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ ഏതാണ്? സോളാർ എനർജിയാണ്. ഏതാണ്? സൗരോർജ്ജത്തെ കുറിച്ചുള്ള സൂര്യനിൽ നിന്ന് കിട്ടുന്നത് അല്ലെ. നമുക്ക് യാതൊരു മാലിന്യവും ഇല്ല, ചെലവ് കുറഞ്ഞ മാർഗമാണ്, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അല്ലെ. അപ്പൊ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോളാറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ ഒരു ചെലവേ ഉണ്ടാവുള്ളൂ അല്ലെ. സോളാർ ഫിറ്റ് ചെയ്യുന്നതിന്റെ ആദ്യത്തെ ഒരു ചെലവേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പൊതുവെ കുറച്ച് ഗുണകരമായിട്ടുള്ളതാണ് എന്ന് പറയാം സോളാർ എനർജി എന്ന് പറഞ്ഞത്.
പിന്നെ എന്താണ് നമുക്ക് കുളിക്കുന്നതിന് വെള്ളം ചൂടാക്കി എടുക്കാനൊക്കെ 7 മാർഗമാണ് നമ്മൾ സൗരോർജ്ജ താപമാണ് അല്ലെ, സോളാർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. അങ്ങനെയൊക്കെ ഒരുപാട് മാർഗങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനർജി സേവ് ചെയ്യാൻ പറ്റും. ഭാവിയിലേക്ക് നമുക്ക് ഈ പുതിയ പുതിയ എനർജികൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് കൂടുതൽ സുരക്ഷിതമാണ്. നമുക്ക് ഒരുപാട് അല്ലെ, നമുക്ക് വാഹനങ്ങളിലാണെങ്കിലും അല്ലെ ഈ പെട്രോൾ ഉപയോഗിക്കുന്നത് കുറച്ചിട്ട് നമുക്ക് മറ്റുള്ള അല്ലെ വാഹനങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുക. പിന്നെ ഹൈഡ്രോ എനർജി, ജലോർജം എന്ന് പറഞ്ഞാൽ എന്താണ്? ജലത്തിന്റെ സഹായത്തോടെ ഉത്പാദിപ്പിക്കുന്ന ഊർജ്ജത്തെയാണ് നമ്മൾ എന്താ പറയുക, ജലോർജം. അണ്ടർലൈൻ ചെയ്യൂട്ടോ, വൺ വേർഡ് ആണ്. ഹൈഡ്രോ എനർജി എന്ന് പറഞ്ഞാൽ ഏതിനെയാണ്? വാട്ടറിനെ ബേസ് ചെയ്തുകൊണ്ടല്ലേ. ഇന്ത്യയിലെ ഫക്രാനങ്കൽ പ്രൊജക്ട്, ദാമോദർ വാലി കോർപ്പറേഷൻ എന്നിവയെല്ലാം ഉദാഹരണങ്ങളാണ്. വൻതോതിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാനും പ്രാദേശിക തലത്തിൽ വൈദ്യുതി വിതരണം ചെയ്യാനും ഒക്കെ ചെയ്യുന്ന ഏതാണ്? ഈ നമ്മുടെ ഹൈഡ്രോ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉത്പാദനം നടത്തുന്നത്. പിന്നെ ഏതാണ്? വിൻഡ് എനർജി. വിൻഡ് എനർജി എന്ന് പറയുന്നത് കാറ്റില് അല്ലെ കാറ്റിന്റെ സഹായത്തോടെ നിർമ്മിക്കുന്ന ഊർജത്തെയാണ് നമ്മൾ എന്താ പറയുക, ഗതികോർജം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് കാറ്റാടിപ്പാടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, തുറസായ സ്ഥലത്ത് കാറ്റിന്റെ മെഷീൻ സ്ഥാപിക്കുന്നു. കാറ്റടിക്കുമ്പോൾ മെഷീന്റെ ലീഫുകൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ ചലിക്കുന്നു. അതുവഴി എന്ത് ചെയ്യുന്നു, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ചെലവ് കുറഞ്ഞതും മലിനീകരണ വിമുക്തവുമാണ് ഇത്. മലമ്പ്രദേശങ്ങളിലോ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലോ വൈദ്യുതി വിതരണം ചെയ്യാൻ ഗതികോർജം എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ഹില്ലി ഏരിയാസിലൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു കാര്യമായിട്ട് പറയാ വിൻഡ് എനർജി. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ദ നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി? പരമ്പരാഗതമല്ലാത്ത ഊർജ്ജ ഉറവിടങ്ങളിലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേതാണ് അവസാനിക്കാത്ത ഊർജ്ജ വിതരണമാണ്, ലഭിക്കാൻ എളുപ്പമാണ്, മലിനീകരണ വിമുക്തമാണ്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് ആണ്, പരിസ്ഥിതി നിർവഹണത്തെ കുറിച്ചാണ് നമുക്ക് ഇനി അടുത്തത്. അത് നമുക്ക് നിങ്ങൾ എന്തൊക്കെയാണ് പരിസ്ഥിതി, എങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിസ്ഥിതിയെ മലിനീകരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്വയം നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ ചെറിയ കുഞ്ഞു ക്ലാസ്സിലായിരിക്കുമ്പോൾ തന്നെ എന്താണ് എൻവയോൺമെന്റ്, പരിസ്ഥിതി എന്താണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ടല്ലേ. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ചുറ്റുമുള്ള ജീവനും ഇല്ലാത്ത എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ, പരിസ്ഥിതി എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് ജീവജാലങ്ങളുണ്ട്, സസ്യങ്ങള്, മനുഷ്യര്, മൃഗങ്ങള്, വായു, വെള്ളം, കെട്ടിടങ്ങള്, വാഹനങ്ങള്, എല്ലാം ഇതിനകത്ത് വരുന്നു, നമ്മുടെ പരിസ്ഥിതിയില് വരുന്നു. നമ്മളെല്ലാം കൂടി ചേർന്ന ഈ ഒരു ഇതിനെയാണ് നമ്മൾ എന്താ പറയാ, പരിസ്ഥിതി എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം എന്താണ്? വാട്ട് ഈസ് എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ? എന്താണ് പരിസ്ഥിതി അപജയം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ന് അണ്ടർലൈൻ ചെയ്യൂട്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിസ്ഥിതി അപജയം. ചുറ്റുപാടുകളിൽ ഉണ്ടാവുന്ന അനുയോജ്യമല്ലാത്ത മാറ്റത്തെയാണ് നമ്മൾ എന്താ പറയുക, പരിസ്ഥിതിയുടെ അപജയം എന്ന് പറഞ്ഞാൽ മണ്ണിലും ജലത്തിലും വായുവിലും ഉണ്ടാവുന്ന ഹീനമായ മാറ്റത്തെയാണ് നമുക്ക് എന്താ പറയാ, പരിസ്ഥിതി. ചില സ്ഥലങ്ങളിൽ നമുക്ക് മനുഷ്യരുടെ പ്രവർത്തനം മൂലമൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ മണ്ണിലും ജലത്തിലും വായുവിലും ഒക്കെ എന്ത് ചെയ്യുന്നു, പരിസ്ഥിതി മോശമാകുന്ന ഒരു അവസ്ഥ അല്ലെ. ഏറ്റവും കൂടുതൽ ആരുടെ കൈ കൊണ്ട് സംഭവിക്കുന്നതാണ്? കുറെ പ്രകൃതിയിൽ നിന്നും നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മുടെ വായുവും മണ്ണും ജലമൊക്കെ മലിനാവുന്ന ആരുടെ പ്രവൃത്തി മൂലമാണ്? നമ്മൾ ഓരോരുത്തരുടെയും പ്രവൃത്തി മൂലമാണ് അല്ലെ. നമുക്ക് പറയാൻ പറ്റും അല്ലെ, നമ്മൾ ഓരോരുത്തരും നമ്മൾ ഇടുന്ന ഒരു മിഠായി കടലാസ് പോയി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പരിസ്ഥിതിയെ ദോഷമായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ പരിസ്ഥിതിയുടെ എക്സ്പ്ലെയിൻ ദ വേരിയസ് കോസസ് ഓഫ് എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ, അതൊരു ടിക്ക് ഇട്ടോളൂ കേട്ടോ. പരിസ്ഥിതി അപജയത്തിന് കാരണമായ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാരണം എന്താണ്? അനിയന്ത്രിതമായ ജനസംഖ്യ വർധനവ് തന്നെയാണ്. പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതാണ് അല്ലെ. നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് പോപ്പുലേഷന്റെ നമ്പർ 1 ആണ് അല്ലെ, ഒന്നാമത്തെ. ചൈനയെ മറികടന്നപ്പോ ഇന്ത്യയാണ് പോപ്പുലേഷനിലെ ഏറ്റവും ഒന്നാമതായിട്ട് നിൽക്കുന്ന രാജ്യം.
അപ്പൊ അതിനനുസരിച്ച് ആളുകൾ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ ഈ ഉപയോഗിക്കുന്ന വേസ്റ്റുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ കണ്ടതാണ് അല്ലെ, വേസ്റ്റില് പോയിട്ട് അല്ലെ, എന്തൊരു കഷ്ടമായ ഒരു കാര്യമായിരുന്നു അല്ലെ. അപ്പൊ ആ വേസ്റ്റ് കൂടി അവിടെ ഓടയില് കൂടിയിട്ട് ഒരു പാവം മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. അപ്പൊ എന്താണ്, നമ്മൾ ഓരോരുത്തരുമാണ് ഇങ്ങനെയുള്ള ഈ ഒരു കാരണത്തിൽ നമ്മളെല്ലാവരും അല്ലെ, നമ്മളെ എപ്പോഴും നമ്മുടെ വീട്ടിലാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് വലിച്ചെറിയാൻ നമ്മൾ എവിടെയെങ്കിലും പുറത്തേക്ക് പോയാലും നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കൈ കിട്ടി ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും മിഠായി കഴിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നമുക്കത് കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും, ആ പോണ വഴിക്ക് നമ്മളങ്ങ് വലിച്ചെറിഞ്ഞിട്ട് പോകും അല്ലെ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു നമ്മുടെ ഒരു കൂടെ ഉള്ളൂ, പക്ഷെ അത് അവിടെ കിടന്ന് എന്ത് ചെയ്യും, അത് പ്രശ്നങ്ങള് ഉണ്ടാക്കും. പിന്നെ സാങ്കേതിക മേഖലയിലുണ്ട് പുരോഗതിയുണ്ട്, അപര്യാപ്തമായ കാർഷിക രീതികളുണ്ട്, മനുഷ്യന്റെ കൃത്യമല്ലാത്ത ശീലങ്ങളുണ്ട്, പിന്നെ പ്രകൃതിദത്തമായ കാരണങ്ങളുണ്ട്. ഇതൊക്കെ പരിസ്ഥിതിയെ മോശമാക്കാനായിട്ട് കാരണമാണ്, പരിസ്ഥിതിയുടെ അപജയത്തിന് കാരണമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഓരോ രീതിയിലും നമ്മുടെ അടിയന്തരമായ ജനസംഖ്യാ വർധനവ് എന്ത് ചെയ്യുന്നു, നമ്മുടെ പരിസ്ഥിതിക്ക് കാരണമാകുന്നു. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇന്ധനം എന്നിവയുടെ ആവശ്യം വർദ്ധിച്ചു. വ്യവസായവൽക്കരണം, വനനശീകരണം എന്നിവയ്ക്ക് കാരണമായി പരിസ്ഥിതിയുടെ അധപതനത്തിലേക്ക് ഇത് നയിച്ചു. പിന്നെ സാങ്കേതിക വിദ്യയിലുണ്ടായ പുരോഗതി അതെല്ലാം എന്ത് ചെയ്യുന്നു, നമ്മുടെ മണ്ണിനെയും അന്തരീക്ഷത്തെയും എന്ത് ചെയ്യുന്നു, രാസവസ്തുക്കളുടെ ഉപയോഗമൊക്കെ എന്ത് ചെയ്യുന്നു, ദോഷകരമായിട്ട് ബാധിക്കുന്നു. പിന്നെ ഗതാഗത രംഗത്ത് എണ്ണക്കപ്പലുകൾ, വിമാനം എന്നിവ അന്തരീക്ഷത്തെയും ജലത്തെയും എന്ത് ചെയ്യുന്നു, മലിനപ്പെടുത്തുന്നുണ്ട്. പിന്നെ അപര്യാപ്തമായ കാർഷിക രീതികള്, ഇപ്പൊ കാർഷിക രംഗത്ത് പുരോഗതി ഉണ്ടെങ്കിലും രാസവളങ്ങളും മറ്റും പദാർത്ഥങ്ങളുടെയും ഉപയോഗം എന്ത് ചെയ്യുന്നു, കൂടുതലായി അല്ലെ. നമുക്കറിയാം ഓരോ മേഖലകളിലും എന്താണ്, ആളുകൾ വളരെ ഇപ്പൊ നമ്മളെ കൃഷി ചെയ്യുകയാണെങ്കിൽ അതിനിപ്പോ എന്ത് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു, രാസവളങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അത് നമുക്കും ദോഷകരമാണ്, നമ്മുടെ പ്രകൃതിക്കും ദോഷകരമാണ്. ഇപ്പൊ നമുക്കറിയാം ഏലം, അങ്ങനെയുള്ള ഏലമുണ്ട്, കുരുമുളകുണ്ട്, റബ്ബറുണ്ട്, അങ്ങനെ പല നടപ്പ്, കശുമാവ്, അങ്ങനെ കാപ്പി, ഇങ്ങനെയൊക്കെ ഒരുപാട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യും, കൂടുതൽ വിളവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, രാസവള പ്രയോഗങ്ങൾ നടത്തുന്നു. അപ്പൊ അതെന്ത് ചെയ്യും, നമ്മുടെ പരിസ്ഥിതിക്ക് നാശമാണ്. നമുക്കും ഓരോരുത്തർക്കും വായു മലിനീകരിക്കുന്നു, അത് ശ്വസിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യുന്നു, രോഗം പിടിപെടുന്നു. അങ്ങനെയൊക്കെ മണ്ണ് നശിക്കുന്നു, വായു നശിക്കുന്നു, നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ ആയുസ്സിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, കുറയ്ക്കുന്നു. ഇതൊക്കെ കാർഷിക രംഗത്തുണ്ടായ പുരോഗതിയാണെങ്കിലും അതൊക്കെ നമ്മുടെ പരിസ്ഥിതി എന്ത് ചെയ്യുന്നു, ദോഷകരമായിട്ട് ബാധിക്കുന്നു. പിന്നെ മനുഷ്യന്റെ കൃത്യമല്ലാത്ത ശീലങ്ങള് അല്ലെ, അത് നമുക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നന്നാവില്ല അല്ലെ. ശുചിത്വമില്ലാത്ത മനുഷ്യശീലങ്ങളാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളീയരുടെ ഒരു പ്രത്യേകത. എന്താണ്, പൊതുസ്ഥലങ്ങളിൽ തുപ്പുക, പിന്നെ മലമൂത്ര വിസർജനം നടത്തുക, ജലസ്രോതസ്സുകൾക്ക് സമീപത്തായി കുളിക്കുക, പിന്നെയോ മണ്ണും ജലവും ഒക്കെ മലിനമാവാനായിട്ട് കാരണമാണ്. ഒന്നും പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ആ വെള്ളത്തിലേക്ക് ഒരു പിടി എന്തെങ്കിലും കല്ലെങ്കിലും പെറുക്കി ഇട്ടിട്ടേ പോകാനായിട്ട് നമ്മുടെ മനസ്സൊന്ന് അനുവദിക്കുള്ളൂ അല്ലെ. നമ്മുടെ മനുഷ്യന്റെ ഒരു എന്താണ്, ശീലത്തിന്റെയാണ് അല്ലെ. നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ അറിയാം അവിടെയൊക്കെ എന്ത് വൃത്തിയോട് കൂടിയാ സൂക്ഷിക്കണം എന്നല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ നാടിനെ നന്നാക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്, നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ എന്താണ് അടുത്ത പ്രകൃതിദത്ത കാര്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. ചില സന്ദർഭങ്ങളിൽ പ്രകൃതി തന്നെ പരിസ്ഥിതിയുടെ അപജയത്തിന് കാരണമാകുന്ന ഭൂകമ്പം, മണ്ണൊലിപ്പ്, കൊടുങ്കാറ്റ് എന്നിവ ദോഷകരമായിട്ട് പിന്നെയോ പൊടി, ചൂട്, പുക, വാതകങ്ങൾ എന്നിവയുടെ വ്യാപനത്തിന് കാരണമാകുന്നു. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്, ഡിസ്കസ് ഡിഫറെന്റ് ഫോംസ് ഓഫ് എൻവയോൺമെന്റൽ ഡിഗ്രേഷൻ ആൻഡ് ഹൗ ദേ അഫക്ട് us. അപ്പൊ എന്താണ് അടുത്തൊരു ചോദ്യം, വിവിധ തരത്തിലുള്ള പരിസ്ഥിതി അപജയങ്ങൾ ഏതെല്ലാമാണ്, എങ്ങനെ ബാധിക്കുന്നുവെന്നും ചർച്ച ചെയ്യാൻ. കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള മണ്ണ് എങ്ങനെയാണ് മലിനീകരിക്കുന്നത്, വനനശീകരണം എങ്ങനെയാണ്, വായു എങ്ങനെയാണ് മലിനീകരിക്കുന്നത്, ജലം എങ്ങനെ മലിനീകരിക്കുന്നു, ചെടികളുടെ അവസ്ഥ എങ്ങനെയാണ്, എങ്ങനെ മണ്ണ് മലിനീകരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെയൊക്കെയാണ് രാസവളങ്ങളെ, കീടനാശിനികളുടെ ഒക്കെ ഉപയോഗം വർദ്ധിക്കുന്നത് മൂലം ഹനികളിൽ നിന്നും വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്നത്. പിന്നെ ഇതെല്ലാം എന്ത് ചെയ്യുന്നു, നമ്മുടെ മണ്ണിലെ സൂക്ഷ്മ ജീവികൾ എന്ത് ചെയ്തുകൊണ്ട് അവയെ നശിപ്പിക്കുന്നു. അങ്ങനെ മണ്ണ് എന്ത് ചെയ്യുന്നു, മലിനീകരിക്കാൻ കാരണമാകുന്നു. പിന്നെ നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്നു, മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതൊക്കെ മണ്ണൊലിപ്പിന് കാരണമാകുന്നു. പിന്നെ എന്താണ്, വനനശീകരണം. അതിപ്പോ നമ്മുടെ മരങ്ങൾ ഒരു പരിധി വിട്ട് എന്ത് ചെയ്യുന്നു, വെട്ടി നശിപ്പിക്കുന്നത്. എന്താണ്, മരങ്ങൾ കൊണ്ട് നമുക്ക് തടിയായിട്ട് ഉപയോഗിക്കാം, ഔഷധമായിട്ട് ഒക്കെ നമുക്ക് തരുന്നുണ്ട്. അതിനപ്പുറം എന്ത് ചെയ്യണം, നമുക്ക്
ജീവൻ നിലനിർത്താനുള്ള ഓക്സിജൻ പ്രദാനം ചെയ്യുന്ന ആരാണ്? നമ്മുടെ മരങ്ങളാണ്. അപ്പൊ മരങ്ങൾ ഒരു പരിധി വിട്ട് മുറിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന മണ്ണൊലിപ്പിനും വെള്ളപ്പൊക്കത്തിനും ഭൂമി വിണ്ടുകീറുന്നതിനൊക്കെ കാരണമാകുന്നുണ്ട്. പിന്നെ എന്താണ്? അന്തരീക്ഷ മലിനീകരണമാണ്. എന്താണ്? അമ്ലമഴ, ഓസോൺ പാളിയിലെ വിള്ളൽ, ആഗോളതാപനം, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ, രോഗങ്ങൾ ഇവയെല്ലാം അന്തരീക്ഷ അപജയത്തിന് കാരണമാകുന്നുണ്ട്. പിന്നെ എന്താണ്? ഒരു ഇത് കൊടുത്തേക്കുന്നേ, ആസിഡ് അമ്ലമഴ പെയ്യുന്നത് അല്ലെ? അപ്പൊ ഫാക്ടറികളിൽ നിന്ന് ഒക്കെ പുറന്തള്ളുന്ന സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് എന്നിവ ദോഷകരമായ ഈ വാതകങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു. ഇത് എന്ത് ചെയ്യുന്നു? മേഘങ്ങളിലെ ജലാംശത്തെ എന്ത് ചെയ്യുന്നു? ആസിഡാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു? മഴയായിട്ട് പെയ്യുന്നു. ഇതെല്ലാം എന്ത് ചെയ്യുന്ന മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും ഒക്കെ എന്താണ്? ഹാനികരമാണ്. കെട്ടിടങ്ങൾക്കും സ്മാരകങ്ങളെ പോലും എന്ത് ചെയ്യുന്നു? ബാധിക്കും. പിന്നെ ഓസോൺ പാളിയിലെ വിള്ളലുകൾ നമുക്കറിയാം. സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ രശ്മികളെ നമ്മുടെ തടഞ്ഞു നിർത്തി നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്ന ആരാണ്? ഓസോൺ പാളികളാണ്. അപ്പൊ ഓസോൺ പാളികൾക്ക് എങ്ങനെയൊക്കെയാണ് വിള്ളലുകൾ ഉണ്ടാകുന്നത്? നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്ററുകള് അല്ലെ, ഫ്രിഡ്ജിൽ നിന്ന്, AC-യിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന വാതകങ്ങളാണ് എന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള ഈ ഓസോൺ പാളിക്ക് വിള്ളലുകള് ഉണ്ടാക്കുന്നത്. പിന്നെ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഫാക്ടറിയിൽ നിന്നുള്ള ലീക്കേജുകൾ, ഭോപ്പാൽ ദുരന്തം അല്ലെ? ഫാക്ടറിയിൽ നിന്നുള്ള ലീക്കേജ് ആണ് ഏതാ? ഭോപ്പാൽ ദുരന്തം എന്ന് പറഞ്ഞാൽ വലിയൊരു ദുരന്തത്തിന് കാരണമായത്. അപ്പൊ അങ്ങനെയുള്ള വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാണ്. പിന്നെ രോഗങ്ങള്, നമ്മൾ മുകളിൽ പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ടും എന്ത് ചെയ്യാൻ നമുക്ക് രോഗങ്ങൾ പിടിപെടാം. ചുമ, കഫക്കെട്ട്, ആസ്മ, ശ്വാസകോശ ക്യാൻസർ, കണ്ണ്, ത്വക്ക് രോഗങ്ങൾ എന്നീ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ ഈ പരിസ്ഥിതിയെ ദോഷകരമായിട്ട് ബാധിക്കുന്നതുകൊണ്ടാണ്. ഇപ്പം അത്രയാണ് നമ്മൾ പറഞ്ഞത്. ബാക്കി നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാവുന്നേ ഉള്ളൂ. ഡിഫൈൻ ഇക്കോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് എടുത്ത് ഇക്കോ ഫ്രണ്ട്ലി ആൻഡ് നോൺ ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റുകൾ, അത് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞ പരിസ്ഥിതി അപജയത്തിന് കുറയ്ക്കുന്നതിന് ഗവൺമെന്റ് സ്വീകരിച്ച മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് വായിച്ചു നോക്കണേ. പരിസ്ഥിതി സംരക്ഷണത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. നമ്മള് റിവിഷനുണ്ട്, എന്നാലും നമുക്ക് കുറച്ച് താമസിച്ചാണ് നമ്മുടെ ചാപ്റ്റേഴ്സ് തുടങ്ങിയത്. അതിൻ്റെതായ ഇച്ചിരി പ്രാധാന്യത്തോടു കൂടി നമുക്കിത് തീർക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എക്സാം ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിലേക്ക്. അതാണ് ഒരു ശകല സ്പീഡിൽ പോകുന്നത്. നമുക്ക് ഇതിന് ശേഷം നമ്മൾ ചാപ്റ്റേഴ്സ് തീർത്തതിന് ശേഷം നമ്മൾ ഓരോ പാഠം എടുത്ത് വീണ്ടും ഡിസ്കസ് ചെയ്ത് നമുക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അത്രയൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. സമയം അതിക്രമിച്ചുകൊണ്ട് താങ്ക് യു ഓൾ ഓഫ് യു. Thank you so much.